ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. ബ്രിഡ്ജ് സർക്യൂട്ട്സിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മെഷർമെൻറ്റ് സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ് ബ്രിഡ്ജ് സർക്യൂട്ട്സ്. നമ്മൾ മെഷർമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്രിഡ്ജസ്. അതിൽ വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൻ്റെ പിക്ചറാണ്. റെസിസ്റ്റൻസിനെ ബേസിക്കലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഇതിൽ മീഡിയം റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം അതിൻ്റെ റേഞ്ച് വരുന്നത് 1 ohm to few mega ohms ആണ്. 1 ohm to 1 mega ohm എന്ന് പറയാം. സോ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ്. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 4 റെസിസ്റ്റീവ് ആംസ് ആണുള്ളത്: പി, ക്യൂ, ആർ ആൻഡ് എസ്. 2 ജംഗ്ഷൻസിന് അക്രോസ് ആയിട്ടൊരു സോഴ്സ് ഓഫ് EMF കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബി, ഡി ഈ 2 ജംഗ്ഷൻ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു നൾ ഡിറ്റക്ടറാണ്. യൂഷ്വലി നൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഗാൽവനോമീറ്റർ ആണ്. അതായത് അതിൽ കറണ്ട് ഫ്ലോ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൾ ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നൾ ഡിറ്റക്ഷൻ പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആകുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് പറയുന്നു. ഓക്കെ. ആൻഡ് ഈ ബാലൻസ്ഡ് കണ്ടീഷനിൽ അൺനോൺ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൽ 4 റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതിൽ 6 എന്ന് പറയുന്നത് അൺനോൺ റെസിസ്റ്റൻസ് ആണ്. ബാക്കി 3 റെസിസ്റ്റൻസസ് പി, ക്യൂ, എസ് ഈ 3 റെസിസ്റ്റൻസിൻ്റെ വാല്യൂസും നമുക്ക് അറിയാവുന്നതായിരിക്കും. സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ആർ. അപ്പോൾ അതിന് ബാലൻസ്ഡ് കണ്ടീഷനാണ് വേണ്ടത്. ദാറ്റ് ഈസ് ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കണം. ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കണമെങ്കിൽ ഈ ബിക്കും ഡിക്കും ഇടയ്ക്ക് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് വി ബി ഷുഡ് ബി ഈക്വൽ ടു വി ഡി. ഈ ഒരു കണ്ടീഷനിലാണ് ഗാൽവനോമീറ്ററിൽ കൂടി കറണ്ട് ഫ്ലോ 0 ആയിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇതിൽ എങ്ങനെയാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ തന്നിരിക്കുന്ന 2 റെസിസ്റ്റൻസസ് പി, ക്യൂ ഇത് രണ്ടും സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ആൻഡ് എസ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. ഈ വേരിയബിൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആക്കുന്നു. ആൻഡ് ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആയി കഴിയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇക്വേഷൻസ് വിത്ത് റെസിസ്റ്റൻസസ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ഈ അൺനോൺ റെസിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണമെങ്കിലുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി ബി ഈസ് ഈക്വൽ ടു വി ഡി അല്ലേ? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് I1 ഇൻറ്റു പി ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു ആർ. ഇങ്ങനെ എഴുതാം. ഇനി ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് ഫ്ലോ 0 ആകുമ്പോൾ വി ക്യാൻ റൈറ്റ് ദാറ്റ് I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു ഇ ബൈ പി പ്ലസ് ക്യൂ അല്ലേ? ഈ I1 I3 ഇത് രണ്ടും സെയിം ആവും. ആൻഡ് that value will be E by P plus Q. E എന്ന് പറയുന്നത് EMF വാല്യൂ ആണ്. and P and Q are the resistances. അതുപോലെ തന്നെ I2 is equal to I4 is equal to E by R plus S. ഇനി ഈ ഇക്വേഷൻസിനെ എല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന I1 P is equal to I2 R ആണ്. സോ നമ്മൾ അവിടെ ഈ I1ൻ്റെയും I2ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ക്യാൻ റൈറ്റ് I1ൻ്റെ വാല്യൂ എന്താണ്? ഇ ബൈ പി പ്ലസ് ക്യൂ. ഇ ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു പി ഇതാണ് I1 വരുന്നത്. ഈക്വൽസ് ഇ ബൈ ആർ പ്ലസ് എസ്. ആർ പ്ലസ് എസ് ഇൻറ്റു ആർ. സോ ഇതിൽ നമുക്ക് ഈ ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ഗെറ്റ് പി ബൈ പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ പ്ലസ് എസ്.
ഈ രണ്ട് ഇക്വേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് P ഇൻറ്റു S ഈസ് ഈക്വൽ ടു Q ഇൻറ്റു R എന്നാണ്. അതായത് ഓപ്പോസിറ്റ് ആംസിൻ്റെ റെസിസ്റ്റൻസസ് അതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് PS ഈസ് ഈക്വൽ ടു QR. അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അൺനോൺ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു S ഇൻറ്റു P/Q. അപ്പോൾ വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജ് മീഡിയം വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോ റെസിസ്റ്റൻസും ഹൈ റെസിസ്റ്റൻസും മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് എടുക്കുകയാണെങ്കിൽ അവിടെ ലീഡ് റെസിസ്റ്റൻസും കോണ്ടാക്ട് റെസിസ്റ്റൻസും കൊണ്ടുള്ള എറേഴ്സ് ഉണ്ടാവുന്നുണ്ട്. സോ വി ഡോണ്ട് യൂസ് വീസ്റ്റേൺസ് ബ്രിഡ്ജ് ഫോർ ലോ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇനി ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഗാൽവനോമീറ്ററിൻ്റെ ബാലൻസിങ് ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനും വീസ്റ്റേൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നില്ല. ഇനി കറണ്ട് ഫ്ലോ കൊണ്ട് റെസിസ്റ്റൻസിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വിച്ച് മേ ഓൾസോ ലീഡ് ടു എറേഴ്സ്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി വീസ്റ്റേൺസ് ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? വീസ്റ്റേൺസ് ബ്രിഡ്ജ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രെയിൻ മെഷർമെൻറ്റിന് എടുക്കുന്ന സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന തെർമിസ്റ്ററിൽ യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യോമീറ്റർ, ലൈറ്റ് ഡിറ്റക്ടർ, ഇതിലൊക്കെയും വീസ്റ്റേൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നുണ്ട്. വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബ്രിഡ്ജാണ്. അതിൻ്റെ മോഡിഫിക്കേഷൻസ് വേറെയുമുണ്ട്. അതായത് നമ്മൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, അത് ഒരു മോഡിഫൈഡ് ഫോം ഓഫ് വീസ്റ്റേൺ ബ്രിഡ്ജാണ്. അതുപോലെ തന്നെ AC ബ്രിഡ്ജസ്. വീസ്റ്റേൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു DC ബ്രിഡ്ജാണ്. അത് കൂടാതെ AC ബ്രിഡ്ജസ് ഉണ്ട്. ഈ റിയാക്റ്റീവ് കമ്പോണൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് പോലെയുള്ള റിയാക്റ്റീവ് കമ്പോണൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന AC ബ്രിഡ്ജസ്, മാക്സ്വെൽസ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്, ഇതൊക്കെ തന്നെയും ഈ വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ മോഡിഫൈഡ് ഫോംസ് ആണ്. താങ്ക് യു.